ഇമാജിൻ ദിസ് സിറ്റുവേഷൻ. നിങ്ങൾ ഓഫീസിലാണുള്ളത്. നിങ്ങളുടെ മാനേജറിന്റെ ക്യാബിനിലേക്ക് നിങ്ങൾ നടക്കുകയാണ്. വാതിക്കൽ എത്തിയപ്പോഴാണ് നിങ്ങൾ ആലോചിക്കുന്നത്, പെർമിഷൻ ചോദിച്ചിട്ട് വേണമല്ലോ അകത്തേക്ക് കയറാനെന്ന്. യു ഹാവ് ടു ഓപ്ഷൻസ്. ക്യാൻ ഐ കം ഇൻ? കുഡ് ഐ കം ഇൻ? നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ബോത്ത് ആർ കറക്റ്റ്, ബട്ട് ദേ ഡോണ്ട് സൗണ്ട് എക്സാക്ട്ലി ദ സെയിം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പൊളൈറ്റ് ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടും എങ്ങനെ പെർമിഷൻ ചോദിക്കാം എന്ന് നമുക്ക് പഠിക്കാം. ഹേ ദാ, ദിസ് ഇസ് ഋതുവർണ ആൻഡ് വെൽക്കം ടു ഋതുസ് ഇംഗ്ലീഷ് ലാബ്. കഴിഞ്ഞ ലെസണിൽ ക്യാൻ ഉപയോഗിച്ച് എങ്ങനെ പെർമിഷൻ ചോദിക്കാം, എങ്ങനെ റിക്വസ്റ്റ് നടത്താം, ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ക്യാൻ ഏത് സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നതാണെന്നാണ് പറഞ്ഞത്? അത് കാഷ്വൽ സിറ്റുവേഷൻസിലാണ്, ഫ്രണ്ട്സിനോടോ കൊളീഗ്സിനോടോ ഒക്കെ സംസാരിക്കുന്നത് പോലുള്ള സിറ്റുവേഷൻസിലാണ് ക്യാൻ ഉപയോഗിച്ച് നമ്മൾ പെർമിഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. വെൻ ഇറ്റ് ഈസ് മാനേജർ, നമുക്ക് മാനേജറിന്റെ ക്യാബിനിലേക്കാണ് പോകേണ്ടതെങ്കിൽ അത് കുറച്ചുകൂടെ എന്തായി ഒരു ഫോർമൽ സിറ്റുവേഷൻ ആയി. അവിടെ നമ്മൾക്ക് കുറച്ചുകൂടെ പൊളൈറ്റ് ആവേണ്ട ആവശ്യമുണ്ട്. അവിടെ ക്യാനിനേക്കാളും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കുഡ് ആണ്. ഏതാണ്? കുഡ്. അപ്പോൾ ക്യാൻ ഐ കം ഇൻ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് പറയാം? കുഡ് ഐ കം ഇൻ എന്ന് പറയാം. പൊളൈറ്റ് ആയിട്ടുള്ള പെർമിഷൻസിന് വേണ്ടി നമുക്ക് ക്യാനിന് പകരം കുഡ് ഉപയോഗിക്കാം. ഇത് ക്ലിയർ ആണോ? ഞാൻ കാഷ്വൽ സിറ്റുവേഷൻസിൽ ക്യാൻ ഉപയോഗിച്ചിട്ട് പെർമിഷൻ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. നിങ്ങൾ കറസ്പോണ്ടിങ് ഫോർമൽ സിറ്റുവേഷനിൽ അതേ ക്വസ്റ്റ്യൻ, അതേ പെർമിഷൻ എങ്ങനെ ചോദിക്കാം എന്നുള്ളത് പറയണം കേട്ടോ. ക്യാൻ ഐ സിറ്റ് ഹിയർ? ക്യാൻ ഐ സിറ്റ് ഹിയർ? ഫോർമൽ സിറ്റുവേഷനിൽ എന്ത് പറയും? കുഡ് ഐ സിറ്റ് ഹിയർ? കുഡ് ഐ സിറ്റ് ഹിയർ? Can I open the window? Can I open the window? Formal, could I open the window? Could I open the window? Can I use your mobile? Can I use your mobile? Formal, could I use your mobile? Could I use your mobile? Can I take that file? Can I take that file? Formal, could I take that file? Could I take that file? Can I ask a question? Can I ask a question? Formal, could I ask a question? Could I ask a question? Can I join you? Can I join you? Formal, could I join you? Could I join you? എങ്ങനെയാണ് കുഡ് ഉപയോഗിച്ച് പെർമിഷൻ ചോദിക്കുക എന്നുള്ളതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടല്ലോ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, റിക്വസ്റ്റ്. കാഷ്വൽ സിറ്റുവേഷൻസിൽ ക്യാൻ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് റിക്വസ്റ്റ് നടത്തിയിരുന്നത്? ക്യാൻ യു ഹെൽപ്പ് മീ അല്ലെ? കാഷ്വൽ സിറ്റുവേഷനിലുള്ള ഒരു റിക്വസ്റ്റ് ആണത് അല്ലേ. ആ ക്യാനിന് പകരം നമ്മൾ കുഡ് പ്ലേസ് ചെയ്താൽ മതി. അതെന്തായി? ഫോർമൽ സിറ്റുവേഷനിലുള്ള പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആയി. കുഡ് യു ഹെൽപ്പ് മീ? ക്യാൻ യു ഹെൽപ്പ് മീ? കുഡ് യു ഹെൽപ്പ് മീ? കുഡ് യു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പൊളൈറ്റ് റിക്വസ്റ്റ് ആയി. ക്യാൻ യു ഓപ്പൺ ദ ഡോർ? ഫോർമൽ എന്താണ്? കുഡ് യു ഓപ്പൺ ദ ഡോർ? കുഡ് യു ഓപ്പൺ ദ ഡോർ? ക്യാൻ യു കോൾ മീ ലേറ്റർ? ഫോർമൽ, കുഡ് യു കോൾ മീ ലേറ്റർ? കുഡ് യു കോൾ മീ ലേറ്റർ? ക്യാൻ യു വെയിറ്റ് ഫോർ എ മിനിറ്റ്? ഫോർമൽ, could you wait for a minute? Could you wait for a minute? Can you tell me the time? Formal, could you tell me the time? Can you answer the question? Formal, could you answer the question? Clear ആണോ? നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഫോർമൽ സിറ്റുവേഷൻസിൽ പൊളൈറ്റ് ആയിട്ട് എങ്ങനെ പെർമിഷൻ ചോദിക്കാം, എങ്ങനെ റിക്വസ്റ്റ് ചെയ്യാം. ഇനി എപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, കുഡ് യു എന്നുള്ളതിന്റെ കൂടെ പ്ലീസ് എന്നുകൂടെ ആഡ് ചെയ്യണോ എന്നുള്ളത്. ഐ വുഡ് സേ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ആ പ്ലീസ് ആഡ് ചെയ്യുന്നത് കൊണ്ടല്ല ആ ഒരു ക്വസ്റ്റ്യൻ പൊളൈറ്റ് ആവുന്നത്. കുഡ് എന്നുള്ള വാക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പൊളൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പ്ലീസ് ചേർത്ത് പറയണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് പറഞ്ഞോളൂ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തോളൂ. കുഡ് യു ഹെൽപ്പ് മീ? കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ പൊളൈറ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ പഠിച്ചു അല്ലേ. ഇനി ആരെങ്കിലും നമ്മളോട് ഈ ചോദ്യം ചോദിച്ചാലോ,
അവിടെ നമ്മൾ ഉത്തരം കൊടുക്കണ്ടേ? അതുകൂടെ ഒന്ന് നോക്കിയേക്കാം. ഓക്കെ. അപ്പോൾ ഒരാൾ നമ്മളോട് വന്നിട്ട് കുഡ് യു ഹെൽപ്പ് മീ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആൻസർ യെസ് എന്നാണ്. നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വില്ലിങ് ആണ് എങ്കിൽ യെസ് എന്നുള്ള അർത്ഥം വരുന്ന ഏത് ഷോർട്ട് ആൻസറും കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഷോ എന്ന് പറയാം, സർട്ടൈൻലി എന്ന് പറയാം, ഡെഫിനറ്റ്ലി എന്ന് പറയാം. ഇനി അതും അല്ലെങ്കിൽ ഐ വുഡ് ബി ഹാപ്പി ടു എന്ന് പറയാം. എനിക്ക് വളരെയധികം സന്തോഷമാണ് ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള അർത്ഥത്തിലും പറയാം. ഇഫ് ഇറ്റ് ഈസ് നോ, നോ ആണെങ്കിലോ ഐ എം സോറി ഐ കാണ്ട് ഇങ്ങനെ പറയാം. ഐ എം സോറി ഐ കാണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഐ എം അഫ്രൈഡ് ഐ കാണ്ട് ഇങ്ങനെയും പറയാം. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഐ എം അഫ്രൈഡ് ഐ കാണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റീസൺ ഒക്കെ അവിടെ പറയാം അല്ലേ. ഐ വുഡ് ലവ് ടു, എനിക്ക് ഹെൽപ്പ് ചെയ്യാനെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ബട്ട് യു നോ ഐ എം എ ബിറ്റ് ബിസി. ഐ വുഡ് ലവ് ടു ബട്ട് ഐ എം എ ബിറ്റ് ബിസി. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, നൗ ഇറ്റ്സ് പ്രാക്ടീസ് ടൈം. കഴിഞ്ഞ ലെസണിൽ നമ്മൾ ഒരു ഷോപ്പ് കീപ്പറും കസ്റ്റമറും തമ്മിലുള്ള കൺവേഴ്സേഷൻ കണ്ടു അല്ലേ. ഇന്ന് അടുത്തൊരു കോൺവെർസേഷൻ ആണ്. ഇതിൽ ഒരു മാനേജർ ആൻഡ് എംപ്ലോയി ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ഇന്ന് നമ്മൾ കുഡ് യൂസ് ചെയ്യാനായിട്ട് പഠിച്ചു അല്ലേ. ഒരു ഫോർമൽ സിറ്റുവേഷനിലുള്ള കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ റെഡ് കളറിലെ ടെക്സ്റ്റ് ഞാനായിരിക്കും വായിക്കുക ആൻഡ് ദെൻ ഗ്രീൻ കളറിലെ ടെക്സ്റ്റ് നിങ്ങളാണ് വായിക്കേണ്ടത്. In this conversation, I'll be the manager and you are the employee. Let's start. Good morning, Ria. Please come in. Of course. What is it? What time do you need to leave? That's fine. But can you finish the monthly report before you leave? Great. And could you email it to me before you go? Perfect. Is there anything else? Sure. Let me have a look. Here you are. You're welcome. I hope everything goes well at your appointment. You too. I hope you enjoyed the conversation. എപ്പോഴും പറയുന്നത് പോലെ എ പ്രോംപ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കോപ്പി ദാറ്റ് ആൻഡ് പ്രാക്ടീസ് വിത്ത് ദ AI at least for 20 minutes. Okay, that's all for the day. I'll see you in the next lesson. Bye.